ഇപ്പം ഞാൻ 2 മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സുന്നി ആ. മദ്രസ അത് ശനി ഞായർ, ആ. പിന്നെ സ്കൂളിൽ അതിനോട് ചേർന്നുകൊണ്ട് അവിടെ ഒരു മദ്രസ. അപ്പോൾ അങ്ങനെ രണ്ടും. അപ്പോൾ ഒരെണ്ണത്തിൽ അറബിയിൽ പഠിക്കും, മറ്റേടത്ത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന ഒരു രീതി. അപ്പോൾ ഖുർആൻ്റെ അർത്ഥമൊക്കെ പുറത്ത് ഇല്ല സുന്നി മദ്രസയിൽ, അതൊക്കെ അവിടെയാണ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഏത് സാധനം കാണുമ്പോഴും അത് മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം എന്നുള്ളതൊരു രീതിയാണ്. അപ്പോൾ ഇതിലൊരു വിപ്ലവമല്ല സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതേ സാധനം തന്നെയാണ്, ഈ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടല്ലോ. അത് പണ്ട് നമ്മൾ ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കി, അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഇത് എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് മതത്തിലെ കാര്യങ്ങളും ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിലും പിന്നെ നമ്മളെ പേഴ്സണൽ ലൈഫിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് എടുക്കും, ഈ പെർഫെക്ഷനിസം. അപ്പോൾ അതിന് പ്രശ്നമായിട്ട് നിന്നത് സത്യത്തിൽ മതത്തിലെ കാര്യമാണ് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടി വരുന്നത്. സോ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തത് ഒരേ സാധനം തന്നെയാണ്. അത് കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യുക എന്നുള്ളൊരു രീതി. അങ്ങനെ ഒരു OCD അല്ല പറയുന്നത്, എന്നാലും ഒരു മിനിമം ഒരു ഭംഗി വേണമല്ലോ, ഒരു വൃത്തി വേണമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതൊരു സാധനം അങ്ങനെ വന്നതാണ്.